റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ 33-ാം ഭാഗം. അന്ന് പതിവില്ലാതെ റാം നാട്ടിലേക്ക് വിളിച്ചു. ഫോണിൽ അമ്മയുടെ ശബ്ദം കേൾക്കുവാനായി അവൻ കാത്തിരുന്നു. ഒടുവിൽ ആ ശബ്ദം കേട്ടതും അവൻ ഫോണിലൂടെ അലറിക്കരഞ്ഞു. "മോനെ രാമു, എന്നാടാ പൊന്നെ, നീ കരയാതെ അമ്മയോട് കാര്യം പറ." "അമ്മ, ചെന്നൈ കൊള്ളില്ലമ്മ, ആളെ കൊല്ലുന്ന സ്ഥലമാ. വെട്രിയെയും രേഷ്മയും കാണുന്നില്ല. മല്ലിയെ തെരുവിൽ കൊന്നിട്ടേക്കുന്നു. പോലീസുകാർ കൊണ്ടുപോയതാ. പാവം, അവൾക്ക് അക്കാഡമിയിൽ പഠിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു." കാലിൽ ചിലങ്ക കെട്ടി. വാക്കുകൾ മുറിഞ്ഞപ്പോൾ റാമിൻ്റെ ഭാഗത്തു നിന്നും കരച്ചിൽ മാത്രമായി. അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനാൽ അവൻ്റെ അമ്മയ്ക്ക് ആ മുറിഞ്ഞ വാക്കുകൾ കൊണ്ട് തന്നെ അവൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പിടികിട്ടിയിരുന്നു. എങ്കിലും കാര്യങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തത വരുത്തുവാൻ അവർ ഓരോന്ന് സമാധാനപരമായി ചോദിച്ച് മനസ്സിലാക്കി. റാം അപ്പോഴും കരച്ചിൽ നിർത്തിയിരുന്നില്ല. "മോനെ, നീ ഇങ്ങനെ ഇരുന്ന് കരയാതെ അവിടെ നിനക്ക് പറ്റുന്നെങ്കിൽ ട്രെയിൻ കയറി ഇങ്ങ് പോര്. അച്ഛൻ നിന്നെ ഒന്നും പറയില്ല. പക്ഷേ വരുന്നതിന് മുൻപ് നിന്റെ കൂടെ നടന്നവരെ കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം നിനക്കുണ്ട്. അതുപോലെ തന്നെ മല്ലിയുടെ കാര്യത്തിലും. അവൾക്ക് വേണ്ടി സംസാരിക്കുവാനും ശരീരം മറവ് ചെയ്യാനും ഒന്നും ആരുമില്ല. അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ നീ വേണ്ടത് ചെയ്യണം. അതെല്ലാം കഴിഞ്ഞിട്ട് നീ ഇങ്ങ് പോര്." അമ്മയുമായുള്ള സംഭാഷണം അവസാനിച്ച ശേഷം കണ്ണു തുടച്ചുകൊണ്ട് അവൻ ഇരുന്നിരുന്ന മല്ലിയുടെ സാരി മുറിയിൽ നിന്നും എഴുന്നേറ്റു. സമീപത്തെ സാരി മുറികളിലായി അവളുടെ 12 കൂട്ടുകാരികളും കരഞ്ഞു തടർന്ന മുഖവുമായി ഇരിപ്പുണ്ടായിരുന്നു. രാവിലെ പൊടിച്ചു തുടങ്ങിയ മഴ പോലീസ് മല്ലിയുടെ ശരീരവുമായി പോകുമ്പോഴേക്കും ശക്തി പ്രാപിച്ചിരുന്നു. മഴയ്ക്കൊപ്പമുള്ള ഇടിമുഴക്കം ഇടയ്ക്കിടെ ഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചു. ശക്തമായ കാറ്റിൽ സാരി മുറികളിലേക്ക് മഴത്തുള്ളികൾ ചരിഞ്ഞു പതിച്ചു. റാം സമീപത്ത് കിടന്ന ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് തൻ്റെ മൊബൈൽ ഫോൺ പൊതിഞ്ഞു വെച്ചു. ശേഷം ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് മഴയിലൂടെ നടന്നു. മല്ലിയുടെ കൂട്ടുകാരികൾ വിഷമത്തോടെ അവനെ നോക്കിയിരുന്നു. റെയിൽവേ സ്റ്റേഷൻ മേൽപ്പാലത്തിൻ്റെ പടികളിറങ്ങി മല്ലിയോടൊപ്പം ഇരിക്കാറുള്ള പ്ലാറ്റ്ഫോം നമ്പർ 2-ലെ ആ സിമൻറ്റ് ബെഞ്ചിലേക്ക് അവൻ നടന്നു. ബെഞ്ച് മഴയിൽ നനഞ്ഞു കിടന്നു. തൻ്റെ പേരിനൊപ്പം മല്ലി എഴുതിയിട്ട് അവളുടെ പേരിലേക്ക് റാം നോക്കി. "നിന്റെ പേരിനൊപ്പം ഒരു സിമൻറ്റ് ബെഞ്ചിലെങ്കിലും ഞാനൊന്ന് സ്ഥാനം പിടിച്ചോട്ടെ റാം." അവൾ റാമിൻ്റെ പേരിനോടൊപ്പം തൻ്റെ പേരെഴുതി വെച്ചത് കാണിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ റാം ഓർത്തു. "ഈ സിമൻറ്റ് ബെഞ്ചിലല്ല മല്ലി, നീ എൻ്റെ സ്വന്തം നെഞ്ചിൽ തൊട്ടുകൊണ്ട്." റാം വിങ്ങിപ്പൊട്ടി. മഴയിലും ട്രെയിനുകൾ വന്നുപോയിക്കൊണ്ടിരുന്നു. ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നവർ മഴയത്തിരിക്കുന്ന റാമിനെ ഒരു ഭ്രാന്തനെ പോലെ നോക്കി. ബെഞ്ചിൽ അല്പസമയം കൂടി ഇരുന്ന ശേഷം മുഖമൊന്ന് അമർത്തി തുടച്ച് അവൻ പുറത്തേക്ക് നടന്നു. കത്തിപ്പാറ പാലത്തിനരികിൽ തൻ്റെ ബൈക്കിനരികിൽ നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന റാമിൻ്റെ അരികിലേക്ക് തിലോത്തമ വന്നു. "മോർച്ചറിയിൽ നിന്നും ഞങ്ങൾക്ക് ബോഡി വിട്ടു തരുന്നില്ല. റാം, ഒന്ന് ശ്രമിക്കാമോ? മല്ലിയുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അക്ക?" അവൻ വിറയാർന്ന ശബ്ദത്തോടെ പറഞ്ഞു. "ഇതിനു മുൻപും ഇതുപോലെ 2 പേരെ അവന്മാർ കൊണ്ടുപോയി കൊന്നിട്ടുണ്ട്. ഒന്നിനെ ഇതുപോലെ കൊന്നാ കൊണ്ടിട്ടത്. മറ്റൊരുവൾ ജീവച്ഛവമായി കുറേ ദിവസം ആശുപത്രിയിൽ കിടന്നിട്ടാ മരിച്ചത്. രണ്ടും പോലീസുകാരുടെ കണ്ണിൽ അപകട മരണമാണ്." തിലോത്തമ പറഞ്ഞു. "പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉദ്രവിച്ച വിവരങ്ങളുണ്ടാവില്ലേ?" "ഒന്നും ഉണ്ടാവില്ല മോനെ. മുൻപിങ്ങനെ നടന്നപ്പോൾ ഞങ്ങൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ആളുകളെ സമീപിച്ച് കളക്ടർക്ക് പരാതിയൊക്കെ കൊടുത്തിട്ടുള്ളതാ. പക്ഷേ അന്വേഷണമൊക്കെ കഴിഞ്ഞപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരിച്ച 2 ആളും വാഹനാപകടത്തിൽ മരണമടഞ്ഞതാണത്രേ. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലീസുകാരും ഡോക്ടർമാരുമെല്ലാം ഒറ്റക്കെട്ടാ. പിന്നെ നമുക്ക് ആകപ്പാടെ ചെയ്യാൻ കഴിയുന്നത് വേണ്ടപ്പെട്ടവരുടെ ശരീരം മര്യാദയോടെ സംസ്കരിക്കുക എന്നത് മാത്രമാണ്. മുൻപ് മരിച്ചവരെ എവിടെയാണ് സംസ്കരിച്ചതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അഥവാ സ്വന്തം ചെലവിൽ സംസ്കാരം നടത്താമെന്ന് പറഞ്ഞ് ഏറ്റുവാങ്ങാൻ ചെന്നാലും ID കാർഡ് ഇല്ലെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ബോഡി വിട്ടു തരത്തുമില്ല." അതാ ഇപ്പോൾ റാമിനോട് ചോദിച്ചത്. "വാ, നമുക്ക് മോർച്ചറിയിലേക്ക് പോകാം." അവൻ ബൈക്കിൻ്റെ കീ പോക്കറ്റിൽ നിന്നും പുറത്തേക്കെടുത്തുകൊണ്ട് പറഞ്ഞു. തിലോത്തമ തിരിഞ്ഞ് തൻ്റെ കൂട്ടുകാരെ ഒന്ന് നോക്കി. അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നിലേക്ക് കയറിയിരുന്നു. രാജീവ് ഗാന്ധി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിയിലേക്ക് അവരെത്തുമ്പോൾ സമയം രാവിലെ 11:30 മഴ അപ്പോഴും തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. മോർച്ചറിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോസ്പിറ്റൽ സ്റ്റാഫിനോട് അന്വേഷിച്ചപ്പോൾ മല്ലിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ബോഡി അടക്കം ചെയ്യുവാനായി പോലീസുകാർ അല്പം മുൻപ് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഏത് ശ്മശാനമാണെന്നോ ഏത് പോലീസുകാരാണെന്നോ എന്നുള്ള യാതൊരുവിധ വിവരങ്ങളും ലഭിച്ചതുമില്ല. മല്ലിയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് അവളുടെ കാലിൽ നിന്നും അഴിച്ചെടുത്ത ചിലങ്കകൾ 2 ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി വച്ചിരുന്നത് മോർച്ചറിയിലെ പ്രായം ചെന്ന ആ സ്റ്റാഫ് അവർക്ക് കൊണ്ടുവന്നു കൊടുത്തു. "വേണമെങ്കിൽ എടുത്തോളൂ, ഇല്ലെങ്കിൽ വേസ്റ്റ് ബിന്നിൽ ഇട്ടേക്കൂ." കത്രിക കൊണ്ട് മുറിച്ച ആ ചിലങ്കയുടെ ചരടുകളുടെ ഒരു ഭാഗത്തായി മല്ലി കെട്ടിയ കെട്ടുകൾ മുറുക്കത്തോടെ കാണപ്പെട്ടു. എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു! ഡാൻസ് പഠിക്കണം, വലിയ പ്രോഗ്രാമൊക്കെ ചെയ്ത് ചെന്നൈയിൽ ഒരു സ്വപ്നസൗധം പണിയണം, വീടില്ലാത്ത അർവാണികളൊക്കെ അവിടെ താമസിപ്പിക്കണം. എന്നിട്ടിപ്പോൾ എന്തായടി, ഒരു അനാഥ ശവമായി ഏതോ ശ്മശാനത്തിൽ കിടന്ന് നീയും നിന്റെ കാലുകളും എരിയുന്നില്ലേ?" തിലോത്തമ ആ ചിലങ്കകളിലേക്ക് നോക്കി വിങ്ങിപ്പൊട്ടി. അവൾ ചിലങ്ക റാമിന് നേരെ നീട്ടി. "നിന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പയ്യ. ഇത് നീ തന്നെ വച്ചോ." അവർ ആ ചിലങ്കകൾ റാമിൻ്റെ കയ്യിൽ വച്ചു കൊടുത്തു. തകർന്ന മനസ്സുമായി അവർ ഇരുവരും മോർച്ചറിയുടെ മുന്നിൽ വച്ചിരുന്ന ബൈക്കിനരികിലേക്ക് മഴയിൽ നടന്നുപോയി.
റാം രേഷ്മയുടെ അപ്പ രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. ഇപ്പോൾ പോലീസുകാർ വിളിച്ചിട്ട് പറഞ്ഞു രേഷ്മയുടെയും ആ വെട്രിയുടെയും വണ്ടികൾ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിങ്ങിൽ നിന്നും കണ്ടെത്തിയെന്ന്. റെയിൽവേ സ്റ്റേഷനിലെ CCTV ഫുട്ടേജിലെ ടൈം വെച്ച് ചെക്ക് ചെയ്തപ്പോൾ അവർ വാണിയമ്പാടി എന്ന സ്ഥലത്തേക്കാണ് ടിക്കറ്റുകൾ എടുത്തിട്ടുള്ളതെന്ന് മനസ്സിലായി. പക്ഷേ ആ സ്ഥലത്തെ റെയിൽവേ സ്റ്റേഷനിലെ CCTV ക്യാമറകൾ കേടായതിനാൽ അവരവിടെ എത്തിയോ അല്ലെങ്കിൽ എത്തിയിട്ട് എങ്ങോട്ട് പോയെന്നോ ഉള്ള വിവരങ്ങൾ അറിയില്ല. നിന്റെ അറിവിൽ വാണിയമ്പാടിയിൽ അവർക്ക് ഏതെങ്കിലും കൂട്ടുകാരോ പരിചയക്കാരോ ഉണ്ടോ? അതറിയാനാണ് ഞാനിപ്പോൾ നിന്നെ വിളിച്ചത്. രേഷ്മയുടെ അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ റാം ഒന്ന് നെറ്റിച്ചുളിച്ചു. ആ സ്ഥലപ്പേര് മുൻപെവിടെയോ കേട്ടതുപോലെ അവന് തോന്നി. എങ്കിലും കൃത്യതയില്ലാതിരുന്നതിനാൽ അന്വേഷണത്തിന് ശേഷം തിരികെ വിളിക്കാമെന്നും പറഞ്ഞ് അവൻ കോൾ കട്ടാക്കി. ഫ്രഷ് ആയതിനു ശേഷം പാർട്ടിയുടെ അടുത്തേക്ക് തിരിച്ചു പോകാമെന്ന തീരുമാനത്തിൽ അവൻ അയ്യപ്പൻ താങ്കലിലേക്ക് പോയി. ഇതെന്താടാ ആകെ നനഞ്ഞു കുളിച്ച്? എന്തായി അവരുടെ കാര്യം? അവർ തിരിച്ചു വന്നോ? വാതിൽ തുറന്നതും ബിനീഷേട്ടൻ ചോദിച്ചു. റാം അകത്തേക്ക് കയറി തല തോർത്തിക്കൊണ്ട് ബിനീഷിനെ നോക്കി. അവൻ എന്തെങ്കിലും പറയുവാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. മല്ലി മരിച്ചുപോയി ബിനീഷേട്ടാ, അവൻ കടുത്ത നിരാശയോടെ പറഞ്ഞു. ഞാൻ വാർത്തയിൽ ഇപ്പോൾ കണ്ടിടാ. മല്ലി എന്ന പേരും കിണ്ടി എന്ന സ്ഥലപ്പേരും കേട്ടപ്പോൾ ഞാൻ ഊഹിച്ചു അത് നീ പറയാറുള്ള ആളായിരിക്കുമെന്ന്. ആക്സിഡൻ്റ് ആയിരുന്നുവല്ലേ? അയാൾ അങ്ങനെ ചോദിച്ചപ്പോൾ റാം അല്ല എന്ന രീതിയിൽ തലയാട്ടി. പോലീസുകാർ കൊണ്ടുപോയി കൊന്നതാ. ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തവരുടെ മരണങ്ങൾക്ക് എന്ത് കാരണം വേണമെങ്കിലും എഴുതി വയ്ക്കാമല്ലോ. ആരതിൻ്റെ പിന്നാലെ പോകുന്നു? പോയാൽ തന്നെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അവൻ ആരോടെന്നില്ലാതെ പറഞ്ഞു. ഇതെങ്ങനെ എല്ലാ പ്രശ്നങ്ങളും കൂടെ ഒറ്റ ദിവസം നടക്കുന്നു? ബിനീഷ് അസ്വസ്ഥനായി ചോദിച്ചു. റാം നിരാശയോടെ അയാളെ കൈമലർത്തി കാണിച്ചു. റാം കുളിച്ചിറങ്ങുമ്പോൾ ഫ്ലാറ്റിൽ കിരണും വന്നിട്ടുണ്ടായിരുന്നു. ശക്തമായ മഴ മൂലം ചെന്നൈയിലെ പല പ്രദേശങ്ങളിലും വെള്ളം കയറി തുടങ്ങിയതിനാൽ ഉച്ചയ്ക്ക് ശേഷം അവന് കോളേജ് അവധിയായിരുന്നു. ബിനീഷേട്ടാ, ഈ വാണിയമ്പാടി എവിടെയാണ്? മനസ്സിൽ ഇടയ്ക്കിടെ തികട്ടി വന്നുകൊണ്ടിരുന്ന ആ ചോദ്യം ഹാളിലേക്ക് വന്നെത്തിയതും റാം ചോദിച്ചു. അത് ചെന്നൈയിൽ നിന്ന് അത്യാവശ്യം ദൂരമുള്ള സ്ഥലമാണല്ലോ. അല്ല, മറ്റേ പെണ്ണിൻ്റെ നാടാണല്ലോ അത്, ആനന്ദി. അയാൾ പറഞ്ഞത് കേട്ടതും റാമിൻ്റെ ചിന്തയിലൂടെ ഒരുപാട് സംശയങ്ങൾ പാഞ്ഞുപോയി. ചേട്ടാ, രേഷ്മയുടെ അമ്മ കുറച്ചു മുൻപ് എന്നെ വിളിച്ചിരുന്നു. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിങ്ങിൽ വെട്രിയുടെയും രേഷ്മയുടെയും വണ്ടികൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ ടിക്കറ്റ് എടുത്തത് വാണിയമ്പാടിക്കും. പിന്നീട് അവരെപ്പറ്റി ഒരു വിവരവുമില്ല. റാം പറഞ്ഞത് കേട്ടപ്പോൾ ബിനീഷിൻ്റെയും കിരണിൻ്റെയും മനസ്സിലും പലവിധ ചോദ്യങ്ങൾ രൂപമെടുത്തു. ആ പെണ്ണിന് ഇവരുടെ തിരോധാനവുമായി എന്തോ ബന്ധമുണ്ടെന്ന് മനസ്സ് പറയുന്നു. അയാൾ റാമിനെ നോക്കി പറഞ്ഞു. കൃത്യമായി ആ സമയത്ത് തന്നെ റാമിൻ്റെ ഫോണിലേക്ക് ആനന്ദിയുടെ കോൾ വന്നു. ആനന്ദിയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കോൾ എടുത്തു. ഹലോ ആനന്ദി, റാം എവിടെയാ? ഞാൻ ഫ്ലാറ്റിലുണ്ട്. എന്തുപറ്റി? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, മല്ലിയുടെ കാര്യം പറഞ്ഞപ്പോൾ വിളിച്ചതാണ്. അവനൊന്ന് മൂളുക മാത്രം ചെയ്തു. എനിക്ക് റാമിനോട് നേരിട്ടൊന്ന് സംസാരിക്കണം. ഞാനിപ്പോൾ കോളേജിലാണ്. വൈകിട്ട് ബസന്ത് നഗർ ബീച്ചിലേക്ക് വരാൻ ഒക്കുമോ? നീ കോളേജിലാണെങ്കിൽ പാർട്ടിയുടെ അടുത്ത് ആരുണ്ട്? അവൻ സംശയത്തോടെ ചോദിച്ചു. അത് പേടിക്കണ്ട റാം. മുൻപ് വീട്ടിൽ കോലം വരയ്ക്കാൻ വന്നുകൊണ്ടിരുന്ന അക്കയെ കൂട്ടിനിരുത്തിയിട്ടാണ് ഞാനിങ്ങോട്ട് പോന്നത്. പാട്ടി ഇന്നലെ തീരെ ഉറങ്ങാത്തത് കൊണ്ട് ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ്. അതുമാത്രമല്ല, നീയും ഇന്നലെ ഉറങ്ങിയിട്ടില്ലല്ലോ. നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് നീയും അല്പം വിശ്രമിക്കുക. വൈകുന്നേരം നമുക്ക് ഒന്നിച്ച് പാർട്ടിയുടെ അടുത്തേക്ക് പോകാം. റാം ബിനീഷിനോടും കിരണിനോടും അവൾ ബീച്ചിൽ ചെല്ലാൻ പറഞ്ഞ കാര്യം പറഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞ അവളുടെ ഉള്ളിലെ ആ കനലില്ലേ, ഇന്ന് ചിലപ്പോൾ അത് ആളിക്കത്താൻ ചാൻസ് ഉണ്ടിടാ. ബിനീഷ് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ഉറക്കം തൂങ്ങിയ അവൻ്റെ കൺപോളകൾ കണ്ടപ്പോൾ അയാൾക്ക് വിഷമം തോന്നി. നീ പോയി കുറച്ച് സമയം ഉറങ്ങിട, അയാൾ പറഞ്ഞു. ഏറെ സമയത്തിന് ശേഷം ഫോൺ തുടരെ ശബ്ദിച്ചപ്പോഴാണ് പിന്നീട് കണ്ണുകൾ തുറക്കപ്പെട്ടത്. അവൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ആനന്ദിയാണ് വിളിക്കുന്നത്. സമയം അപ്പോൾ 5:30 ഹലോ റാം, ഞാൻ ദേ ഇറങ്ങിയേ. ഫോൺ എടുത്തതും അവൾ പറഞ്ഞു. ഓക്കെ ആനന്ദി, ഞാൻ പെട്ടെന്ന് എത്താം. മഴ പൂർണ്ണമായും ശമിച്ചിട്ടുണ്ടായിരുന്നു. കത്തിപ്പാറ പാലം കടന്നു പോരുമ്പോൾ അവൻ അവിടേക്കൊന്ന് നോക്കി. തിലോത്തമ പാലത്തിനിടയിൽ ഒരു ഭാഗത്തായി ഇരുന്ന് പാചകം ചെയ്യുന്നത് കണ്ടു. സമീപത്ത് മറ്റുള്ള 11 പേര് മുഖത്ത് വിഷാദത്തോടെ ഇരിപ്പുണ്ടായിരുന്നു. നേരം മെല്ലെ ഇരുട്ടി തുടങ്ങിയിരുന്നു. അന്നത്തെ ദിവസം മുഴുവൻ മഴ തുടർന്നതിനാൽ ബീച്ചിൽ ഒട്ടും തന്നെ ആളുകളുണ്ടായിരുന്നില്ല. ബീച്ചിലെ പാർക്കിംഗ് ഭാഗത്ത് ആനന്ദി റാമിനെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ടേക്ക് നടന്നാലോ? കടൽത്തീരത്തേക്ക് ചൂണ്ടിക്കാണിച്ച് ആനന്ദി ചോദിച്ചു. അവൻ തലകുലുക്കി. ദൂരക്കടലിലായി മത്സ്യബന്ധന വള്ളങ്ങളിൽ ചുവന്ന വെളിച്ചങ്ങൾ ഇരുട്ടിൽ നിരന്ന് കാണപ്പെട്ടു. പാർട്ടി നടക്കുന്നതിൽ റാം ചോദ്യരൂപേണ ചോദിച്ചു. ഞാൻ പാർട്ടിയുടെ അടുത്തേക്ക് പോയിട്ടാ വന്നത്. പാർട്ടി ഓക്കെയാണ്. രേഷ്മയുടെ അമ്മ നിന്നെ വിളിച്ചിരുന്നു? അവൻ ചോദിച്ചു. ഇല്ലല്ലോ. നീയും അവരെ വിളിച്ചില്ലേ? ഇല്ല റാം, കോളേജിൽ തിരക്കായതുകൊണ്ട് വിളിക്കാൻ കഴിഞ്ഞില്ല. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. ഓക്കെ, നിന്റെ സ്ഥലം വാണിയമ്പാടി തന്നെയല്ലേ ആനന്ദി? അവൻ്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടപ്പോൾ ആനന്ദി ഒരു നിമിഷം നിന്നു. നിനക്കറിയുമോ, വെട്രിയും രേഷ്മയും നിന്റെ നാടായ വാണിയമ്പാടിയിലേക്കാണ് അവസാനമായി യാത്ര പോയത്. അവൻ മുനവച്ചതുപോലെ പറഞ്ഞു. അവൾ തലകുലുക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും അവർ നടന്ന കടൽത്തീരത്തേക്ക് എത്തിയിരുന്നു. അവരുടെ സമീപമെങ്ങും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇനി എന്താ നിനക്ക് പറയുവാനുള്ളത്? റാം ആനന്ദിക്ക് നേരെ കൈകെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു. ആനന്ദി തൻ്റെ കൈവിരലുകൾ ഞൊട്ടയൊടിച്ചു. രേഷ്മയുടെ അമ്മ എൻ്റെ നമ്പറിൽ വിളിച്ചിരുന്നു റാം. വാണിയമ്പാടി എൻ്റെ സ്ഥലമാണെന്ന് ഞാൻ അവരോട് വെളിപ്പെടുത്തിയില്ല. ചിലപ്പോൾ അവർ പാർട്ടിയുടെ ഫോണിൽ വിളിച്ചിട്ടുണ്ടാവും. ആ ഫോണിലേക്ക് കോളുകൾ വരാതിരിക്കുവാനായി ഞാനത് എയർപ്ലെയിൻ മോഡാക്കി ഇട്ടിരിക്കുകയാണ്, അവൾ പറഞ്ഞു. റാമിനത് കേട്ടപ്പോൾ അത്ഭുതമൊന്നും തോന്നിയില്ല.
എനിക്കതൊന്നും അറിയണ്ട. എനിക്കറിയേണ്ടത് വെട്രിയും രേഷ്മയും എവിടെയെന്നാണ്. അവൻ്റെ ശബ്ദത്തിൽ വന്ന മാറ്റം ആനന്ദി തിരിച്ചറിഞ്ഞു. മറുപടി പറയുന്നതിന് പകരം അവൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചിട്ട് ഫോണെടുത്ത് ഒരു കോൾ വിളിച്ചു. അന്തരീക്ഷത്തിന് നല്ല തണുപ്പാണ് എന്ന് പറഞ്ഞ് അവൾ കോൾ കട്ടാക്കി. റാമിന് അവളുടെ പ്രവൃത്തി കണ്ടപ്പോൾ ദേഷ്യം വന്നു. നീ ആരാടി? എന്നെ എന്താ നീ മണ്ടനാക്കുകയാണോ? ഇതിനു മുൻപും ഒരിക്കൽ പാർക്കിൽ വെച്ച് നീ ഇമാതിരിയുള്ള ഫോൺ കോൾ ചെയ്തിട്ടുണ്ട്. അവൻ ഇരമ്പി വന്ന തൻ്റെ ദേഷ്യം മുഴുവൻ ബീച്ചിലെ നനഞ്ഞ മണ്ണിലേക്ക് അമർത്തി ചവിട്ടി തീർത്തു. റാം, നിങ്ങൾ 3 പേരോടും എല്ലാ കാര്യങ്ങളും തുറന്നു സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. 3 പേരോ? നിനക്കെന്തടി ഭ്രാന്തായോ? അവൻ പല്ലിറുമ്മിക്കൊണ്ട് ചോദിച്ചു. അതിന് മറുപടിയായി അവൾ കടലിലേക്ക് കൈ ചൂണ്ടി. ചുവപ്പ് പ്രകാശമുള്ള ഒരു ബോട്ട് തീരത്തേക്ക് അടുത്തടുത്ത് വരുന്നത് റാം കണ്ടു. അവൻ നോക്കി നിൽക്കെ ആ ബോട്ട് കരയിലേക്ക് കൂടുതൽ അടുത്തു. എഞ്ചിൻ ഓഫാക്കിയിട്ട് അതിൽ നിന്ന് 4-5 പേർ കടലിലേക്ക് ഇറങ്ങി ബോട്ട് കരയിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ആരുടെയും മുഖങ്ങൾ റാമിന് വ്യക്തമായില്ല. പക്ഷേ ബോട്ട് തീരത്തേക്ക് അടുത്തപ്പോൾ തിരമാലകൾ അടിക്കുന്ന ഭാഗത്തേക്ക് ബോട്ടിൽ നിന്ന് ചാടിയിറങ്ങിയ 2 പേരെ അവൻ ഇരുട്ടിലും തിരിച്ചറിഞ്ഞു. വെട്രിയും രേഷ്മയും. അവൻ അത്ഭുതത്തോടെ കടലിലേക്ക് നോക്കി പറഞ്ഞു.